എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ഷവർമയുടെ റെസിപ്പി നോക്കാം. ഞാനിവിടെ ഗ്രിൽഡ് ചിക്കൻ ഷവർമയാണ് ചെയ്യുന്നത്. ഈ ഒരു ഷവർമ ചെയ്യുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള കുബൂസ് വെച്ചിട്ടാണ്. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പി ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇനി നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ മൈദ വെച്ചിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള ഷവർമയുടെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന ഗാർലിക് സോസിൻ്റെ റെസിപ്പിയും ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഷവർമ സോസാണ്. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ചില്ലി ഗാർലിക് സോസാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഷവർമ ബ്രെഡ് അല്ലെങ്കിൽ കുബൂസ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന കുബൂസ് വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഗ്രിൽഡ് ചിക്കൻ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ നീളത്തിലുള്ള പീസുകളാക്കി മുറിച്ച് വെച്ചിട്ടുള്ളതാണ് കഴുകിയതിന് ശേഷം. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്ര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂണോളം തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർക്കുകയാണ്. ഇതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കുക, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു 1 മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചാൽ ഇതിലേക്ക് നല്ല മസാലയൊക്കെ പിടിച്ച് കിട്ടും. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണ എടുക്കരുത്, സൺഫ്ലവർ ഓയിലാണ് നല്ലത്, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്രില്ലിങ് നിങ്ങൾക്ക് ഓവനുള്ളവർക്ക് ഓവനിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 2 സൈഡ് നന്നായിട്ട് ഇത് മുരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി നമ്മളൊന്ന് അസംബിൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വീറ്റ് കുബൂസ്, അതുപോലെ തന്നെ പച്ചക്കറികളും ഗാർലിക് സോസും ചിക്കനും ഉണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ലെറ്റൂസിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെള്ളരിക്കയാണ്, ഇതുപോലെ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, തക്കാളി. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വീറ്റ് കുബൂസാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണ്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഗാർലിക് സോസാണ്. അപ്പോൾ നിങ്ങൾക്കിത് റെഡിമെയ്ഡ് ആയിട്ടുള്ള മയോണൈസ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്ന സോസിനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഗ്രിൽഡ് ചിക്കൻ ഇതിലേക്ക് നിരത്തി കൊടുക്കുക. നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഒരു ബോളിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഫില്ല് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഗ്രിൽഡ് ചിക്കന് പുറത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കൂടി ഇതുപോലെ നിരത്തുകയാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ നിരത്തിയതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ചുകൂടി സോസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് റാപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ ഇത് പൊതിഞ്ഞിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പിലിട്ട മുളക്, കുക്കുംബറൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലെ ഒരു അലുമിനിയം ഫോയിലിൽ ഇത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിലുള്ള ഒരു ഷവർമ തന്നെയാണിത്. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. ഈ ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കിയ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം.
ഈ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.